സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തില് ഘടകകക്ഷികളുടെ കടുത്ത പ്രതിഷേധങ്ങൾക്കൊടുവില് നിലപാട് തിരുത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശന്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണമോ വേണ്ടയോ എന്നതില് അന്തിമ തീരുമാനം യു.ഡി.എഫ് ചർച്ച ചെയ്തെടുക്കുമെന്നും ഇതിനായി ഒരു പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയില് പ്രഖ്യാപിച്ചു. ബജറ്റില് നിശ്ചയിച്ചത് നികുതി ഘടന മാത്രമാണെന്നും മുന്നണി അനുമതി നൽകിയാല് മാത്രം വിൽപ്പനയുമായി മുന്നോട്ടു പോകുമെന്നും ഇല്ലെങ്കില് പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുമെന്നും വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി യു-ടേൺ എടുത്തു. മദ്യനികുതിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഉന്നയിച്ച ആശങ്കകള് വരും ദിവസങ്ങളില് യു.ഡി.എഫ് സമിതിയില് ചർച്ചയാകുമെന്ന സൂചനകള് പുറത്തുവരുന്നതിനിടെയാണ് ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയില് മുഖ്യമന്ത്രി ഈ നിർണായക പിന്മാറ്റം നടത്തിയത്. മദ്യനികുതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളെ മുഖ്യമന്ത്രി സഭയില് കടുത്ത ഭാഷയില് പരിഹസിച്ചു തള്ളി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് നൽകിയതില് സർക്കാരിന് എത്ര കിട്ടി എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് രേഖകള് നിരത്തിയാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. 1 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ-സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ബക്കാഡി കമ്പനിയുമായി ആദ്യം ചർച്ച നടത്തിയത് യു.ഡി.എഫ് അല്ലെന്നും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് 6 മാസത്തിനകം തന്നെ കമ്പനിയുടെ അപേക്ഷയില് അടിയന്തര തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ചത് അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന എം.വി. ഗോവിന്ദനാണെന്നും മുഖ്യമന്ത്രി വെളിപ്പെടുത്തി. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചതും അതിനായി വിദേശ മദ്യനയത്തിലും ചട്ടങ്ങളിലും ഭേദഗതി വരുത്തിയതും എൽ.ഡി.എഫ് സർക്കാരാണ്. ബക്കാഡി കമ്പനിയുടെ അപേക്ഷയുടെ പുറത്തായിരുന്നു ഈ നീക്കങ്ങളെല്ലാം നടന്നത്. എന്നാല് അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് മാത്രമാണ് എൽ.ഡി.എഫിന് അതില് അന്തിമ അനുമതി നൽകാന് കഴിയാതെ പോയതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ഏത് സർക്കാരായാലും നികുതി നിരക്കുകള് നിശ്ചയിക്കുന്നതെന്നും അതിനെയാണ് ശരവേഗത്തിലുള്ള ഫയല് നീക്കം എന്ന് പറഞ്ഞ് പ്രതിപക്ഷം പുകമറ സൃഷ്ടിക്കാന് ശ്രമിക്കുന്നതെന്നും വി.ഡി. സതീശന് പരിഹസിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലെ നികുതിഘടന പരിശോധിച്ച ശേഷമാണ് കേരളത്തില് നിരക്ക് നിശ്ചയിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏറ്റവും ഉയർന്ന നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലാണ്. മുൻകാലങ്ങളിലെ നികുതി ഇളവുകള് ഓർമ്മിപ്പിച്ചുകൊണ്ട് 2018 മുതൽ 19 വരെ കാലഘട്ടത്തില് ഇന്ത്യന് നിർമ്മിത വിദേശ മദ്യത്തിന് 210% ഉണ്ടായിരുന്ന നികുതി പിന്നീട് ഇടത് സർക്കാര് 79% കുറച്ചപ്പോള് അത് ജോണി വാക്കറുടെയോ ശിവാശ്രീകലിന്റെയോ കയ്യില് നിന്ന് പണം വാങ്ങിയാണോ ചെയ്തതെന്ന് മുഖ്യമന്ത്രി മറുചോദ്യമെറിഞ്ഞു. സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളുടെ ഫയലുകളുമായി കെ.പി.സി.സി നേതൃത്വത്തിന് മുന്നിലേക്ക് പോകാന് താനില്ലെന്നും വി.ഡി. സതീശന് വ്യക്തമാക്കി. പണ്ട് മുഖ്യമന്ത്രി അറിയാതെ ഫയലടിച്ചുമാറ്റി പാർട്ടി ഓഫീസില് കൊണ്ടുപോകുന്ന പതിവൊന്നും ഈ സർക്കാരില് ഉണ്ടാവില്ല. ദൈനംദിന ഭരണത്തില് കെ.പി.സി.സി ഓഫീസ് ഇടപെടില്ലെന്നും ഒരു മന്ത്രിയും ഫയലും ചുമന്ന് പാർട്ടി ഓഫീസില് പോകാറില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. ഭരണപരമായ കാര്യങ്ങള് പാർട്ടിയല്ല, മറിച്ച് മുന്നണിയാണ് ചർച്ച ചെയ്യേണ്ടതെന്ന കൃത്യമായ സൂചന നൽകിയ മുഖ്യമന്ത്രി നയത്തില് എക്സൈസ് മന്ത്രി കെ. ലിജു യാതൊരുവിധ അതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു. ബജറ്റില് കരിമണല് സ്വകാര്യവത്കരണത്തെക്കുറിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിൽപ്പനയെക്കുറിച്ചും പ്രതിപക്ഷം നടത്തുന്ന പ്രചാരണം തികച്ചും തെറ്റാണെന്ന് ബജറ്റ് നിർദ്ദേശങ്ങള് ഉദ്ധരിച്ച് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബജറ്റില് എവിടെയാണ് അത്തരമൊരു വാചകമുള്ളതെന്ന് ചോദിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷം അടിസ്ഥാനമില്ലാത്ത ഇല്ലാക്കഥകള് പ്രചരിപ്പിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. കരിമണല് ഖനനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് യാതൊരുവിധ യു-ടേണുമില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമാണ് ഇതിനായി നടപ്പാക്കുന്നത്. ബജറ്റില് വിഭാവനം ചെയ്തിട്ടുള്ള ക്രിട്ടിക്കല് മിനറല് കോറിഡോര് സ്വകാര്യ മേഖലയല്ല. നിലവില് ഖനനമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങള് നിർമ്മിക്കുന്ന വാല്യൂ അഡീഷന് മാത്രമാണ് നടത്തുക. ഇതിലൂടെ വരും വർഷങ്ങളില് കോടികളുടെ ലാഭമാണ് സംസ്ഥാനത്തിനുണ്ടാകാന് പോകുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവത്കരിക്കുന്നതിനെക്കുറിച്ച് ബജറ്റില് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച മുഖ്യമന്ത്രി പൊതുമേഖലാ സ്ഥാപനങ്ങള് അടച്ചുപൂട്ടുന്ന നയമല്ല തങ്ങൾക്കുള്ളതെന്നും ഒരു പൊതുമേഖലാ സ്ഥാപനവും ഈ സർക്കാർ സ്വകാര്യവത്കരിക്കില്ലെന്നും സഭയില് ആവർത്തിച്ചുറപ്പിച്ചു.